നമസ്കാരം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഫണ്ടുകൾ തടയുന്നുവെന്ന കേരളത്തിന്റെ ആരോപണങ്ങൾക്കിടെ സർവശിക്ഷ കേരളം പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട പണം ഉടൻ കൈമാറുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. റിസോഴ്സ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. സംസ്ഥാനം അർഹതപ്പെട്ട പണം പോലും നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ് ലഭിച്ചത്. പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകിയ അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വാങ്ങിയതിനുള്ള പണം കേന്ദ്രം തിരികെ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായിരുന്നു. വയനാട്ടിലെ പുനരധിവാസത്തിനായി ആവശ്യപ്പെട്ട 1200 കോടി രൂപ കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ കുറ്റപ്പെടുത്തി. റിസോഴ്സ് അധ്യാപക നിയമനം നടത്താൻ ബുദ്ധിമുട്ടില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ കാലാവധി അവസാനിക്കാനായതിനാൽ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ ഭാവിയിൽ വരുന്ന സർക്കാരുകൾക്കും അത് പ്രതിസന്ധിയാകുമെന്നും സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശ് വാദിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിനെ തുടർന്നാണ് SSI ഫണ്ട് തടഞ്ഞതെന്നായിരുന്നു ആരോപണം. ഇതിന് പിന്നാലെയാണ് CPIയുടെ എതിർപ്പിനെ തുടർന്ന് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇത് SSI ഫണ്ട് ലഭിക്കുമോ എന്ന ആശങ്കയ്ക്കും വഴിവെച്ചിരുന്നു. റിസോഴ്സ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ സംസ്ഥാന സർക്കാരിന് എത്രയും പെട്ടെന്ന് ആരംഭിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നടപടികൾ ആരംഭിക്കുന്നതോടെ ഫണ്ടുകൾ ലഭ്യമാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. റിസോഴ്സ് അധ്യാപകരുടെ സംഘടനയ്ക്ക് വേണ്ടി രാകേഷ് ബസന്ത്, KR സുഭാഷ് ചന്ദ്രൻ എന്നിവർ ഹാജരായി. അതേസമയം PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇന്ന് കേരളം കത്തയക്കും. കത്തിന്റെ കരടിന്ന് മുഖ്യമന്ത്രി പരിശോധിക്കും. കത്തിന്റെ കരടിന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും കത്തയക്കുക. കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതുവരെ കത്തയക്കാത്തത് ഇടതുമുന്നണിയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മുഖ്യമന്ത്രി തിരക്കിലായതിനാലാണ് കത്തിന്റെ കരട് പരിശോധിക്കാൻ സാധിക്കാതെ പോയതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ കത്തയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തന്നെ കത്ത് പരിശോധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്രത്തിലേക്ക് കത്തയക്കുക. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മന്ത്രിസഭ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയിരുന്നു. ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കത്തയക്കുന്നത്. ഉച്ചയോടുകൂടി കത്ത് കേന്ദ്രത്തിന് കൈമാറും എന്നാണ് അറിയിച്ചിരുന്നത്. CPI എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് CPIM മരവിപ്പിച്ചത്. എന്തായാലും ഇത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. മുന്നണിയിൽ വലിയൊരു പിളർപ്പ് കൂടി വരാനുണ്ടായ സാഹചര്യം പോലും ഉടലെടുത്തിരുന്നു. സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിൽ പോലും ചർച്ച നടത്താതെയാണ് CPIM ഒറ്റയ്ക്കാണ് തീരുമാനമെടുത്തതെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കത്ത് കൈമാറുന്നത്.